ഭോപ്പാൽ സെൻട്രൽ ജയിലിൽ നിന്നും വാഗമൺ സിമി ക്യാമ്പ് പ്രതിയടക്കം 8 പേർ ജയിൽ ചാടി. മണിക്കൂറുകൾ നീണ്ട തിരച്ചിലിനൊടുവിൽ പോലീസ് 8 ഭീകരരെയും വധിച്ചു. സെൻട്രൽ ജയിലിന് സമീപത്തെ ഗ്രാമത്തിൽ വെച്ചാണ് 8 പേരെയും വധിച്ചത്. സംഭവത്തിൽ കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം മധ്യപ്രദേശ് സർക്കാരിനോട് വിശദീകരണവും തേടി. ഭോപ്പാൽ സെൻട്രൽ ജയിലിൽ നിന്നും ഇന്നു പുലർച്ചെ 2 മണിയോടെയാണ് സ്റ്റുഡന്റ് ഇസ്ലാമിക് മൂവ്മെന്റ് ഓഫ് ഇന്ത്യയുടെ 8 പ്രവർത്തകരും ജയിൽ ചാടിയത്. ഡ്യൂട്ടിയിലുണ്ടായിരുന്ന ജയിൽ ഗാർഡിനെ കഴുത്തുമുറിച്ച് കൊലപ്പെടുത്തിയ ശേഷമായിരുന്നു ഇവർ രക്ഷപ്പെട്ടത്. ഭക്ഷണം കഴിക്കാനായി നൽകിയിരുന്ന സ്റ്റീൽ പ്ലേറ്റുകളും സ്പൂണുകളും മൂർച്ച കൂട്ടി ആയുധമാക്കിയായിരുന്നു ആക്രമണം. ബെഡ്ഷീറ്റ് ഉപയോഗിച്ച് കയർ രൂപത്തിലാക്കിയായിരുന്നു 20 അടി ഉയരമുള്ള ജയിലിന്റെ ചുറ്റുമതിൽ ഇവർ ചാടിക്കടന്നത്. ജനങ്ങൾ ദീപാവലി ആഘോഷത്തിലായിരുന്നതും രക്ഷപ്പെടൽ എളുപ്പമാക്കി. ഇവരെക്കുറിച്ച് എന്തെങ്കിലും വിവരം നൽകുന്നവർക്ക് 5 ലക്ഷം രൂപ മധ്യപ്രദേശ് സർക്കാർ പാരിതോഷികവും പ്രഖ്യാപിച്ചു. ഇതിന് പിന്നാലെയാണ് സെൻട്രൽ ജയിലിൽ നിന്ന് 12 കിലോമീറ്റർ അകലെയുള്ള ഏന്തുവടി ഗ്രാമത്തിൽ നിന്ന് തന്നെ 8 പേരെയും കണ്ടെത്തിയത്. കയ്യിലുണ്ടായിരുന്ന ആയുധങ്ങൾ ഉപയോഗിച്ച് പോലീസുകാരെ ആക്രമിച്ച ശേഷം രക്ഷപ്പെടാൻ ശ്രമിച്ച ഭീകരരെ പിന്നീട് പോലീസ് തന്നെ വെടിവെച്ച് കൊലപ്പെടുത്തി. സംശയാസ്പദമായ സാഹചര്യത്തിൽ ആളുകളെ കണ്ടെന്ന ഗ്രാമവാസികൾ അറിയിച്ചതിനെ തുടർന്നായിരുന്നു പോലീസ് തിരച്ചിൽ ശക്തമാക്കിയത്. 2 പോലീസുകാർക്ക് പരിക്കേറ്റു. തടവ് ചാടിയ 8 പേരെയും ജയിലിലെ ബി ബ്ലോക്കിലാണ് പാർപ്പിച്ചിരുന്നത്. അതിനാൽ തന്നെ ജയിലിലെ ഉദ്യോഗസ്ഥരുടെ സഹായം കൂടി ഇവർക്ക് ലഭിച്ചിട്ടുണ്ടോ എന്നാണ് പോലീസ് സംശയിക്കുന്നത്. ഡ്യൂട്ടിയിലുണ്ടായിരുന്ന 5 ഉദ്യോഗസ്ഥരെ സസ്പെൻഡ് ചെയ്തതായി മുഖ്യമന്ത്രി ശിവരാജ് സിംഗ് ചൗഹാൻ പറഞ്ഞു. സംഭവത്തിൽ ഉന്നതതല അന്വേഷണവും ആരംഭിച്ചു. 3 വർഷം മുമ്പ് ഭോപ്പാൽ സെൻട്രൽ ജയിലിൽ നിന്ന് 280 കിലോമീറ്റർ അകലെ ഗോണ്ടയിലെ ജയിലിൽ നിന്നും സിമി പ്രവർത്തകർ രക്ഷപ്പെട്ടിരുന്നു. ന്യൂസ് ബ്യൂറോ, ദില്ലി. BJP നേതാവ് വി മുരളീധരന് മന്ത്രി KT ജലീലിന്റെ മറുപടി. ശബരിമലയിൽ എല്ലാവർക്കും പോകാമെന്ന് KT ജലീൽ. മതസൗഹാർദ്ദത്തിന്റെ അനുഭൂതി ശബരിമലയിൽ അനുഭവിച്ചറിയാം. മതങ്ങൾ തമ്മിലുള്ള സൗഹാർദ്ദം വർദ്ധിക്കുന്നതിന് എന്തിനാണ് ആശങ്കയെന്നും KT ജലീൽ ചോദിച്ചു. വിവരങ്ങളുമായി ഇപ്പോൾ പോകാമല്ലോ, അതിന് ഒരു തടസ്സമുണ്ട് എന്നെനിക്ക് തോന്നുന്നില്ല. എല്ലാ മതസ്ഥർക്കും അവിടെ പോകാം. നമ്മളുടെ രാജ്യത്തിൻ്റെ ഇന്നലകളിലെ സൗഹാർദ്ദത്തിൻ്റെ ഒരു വല്ലാത്ത അനുഭൂതി നമുക്ക് ശരിക്കും അനുഭവിച്ചറിയാൻ വേണ്ടി കഴിയും അവിടെ വെച്ച്. ഒരുപക്ഷെ ഇത് ലോകം അറിയും എന്നുള്ളത് കൊണ്ടാവുമോ അദ്ദേഹം അങ്ങനെ പറഞ്ഞിട്ടുണ്ടാവുക എന്ന് എനിക്കറിയില്ല. എല്ലാവർക്കും അവിടെ പോകാൻ കഴിയും എന്നുള്ളത് ലോകം അറിയുന്നതിനെ എന്തിനാണ് ഇവർ ഭയപ്പെടുന്നത്? ഷീജ കൂടുതൽ വിവരങ്ങളുമായി ചേരുന്നു, ഞങ്ങളുടെ പ്രതിനിധി. ഷീജ, എന്തൊക്കെയാണ് ജലീൽ പറഞ്ഞത്? അജിംഷാദ്, മന്ത്രി KT ജലീൽ വ്യക്തമായി തന്നെയാണ് വി മുരളീധരന് മറുപടി നൽകിയത്. അദ്ദേഹം പ്രധാനമായും പറഞ്ഞത് ശബരിമലയിൽ എല്ലാ മതസ്ഥർക്കും പോകാൻ സാധിക്കും എന്നുള്ളത് തന്നെയാണ് അതിന്റെ പ്രത്യേകത. തനിക്ക് ഈ രീതിയിൽ പ്രത്യേകിച്ചും പഞ്ചാബിലെ സുവർണ ക്ഷേത്രം സന്ദർശിച്ചപ്പോൾ ആണ് തനിക്ക് അത്തരത്തിൽ ഒരു അനുഭൂതി ആദ്യമായി ഉണ്ടാകുന്നത്. അത് തന്നെയാണ് ഇവിടെ ശബരിമല സന്ദർശിച്ചപ്പോഴും ആ രീതിയിലുള്ള ഒരു അനുഭൂതി തന്നെയാണ് ഇവിടെ ഉണ്ടായത്. അതുകൊണ്ട് തന്നെ ഒരാൾക്കും നിയന്ത്രണമില്ല. പഞ്ചാബിലെ സുവർണ ക്ഷേത്രത്തിൽ ഏത് തരത്തിലാണോ ഒരു സിഖുകാരന് പോകാൻ കഴിയുന്നത് അവിടം വരെ എല്ലാ മതസ്ഥർക്കും പോകാം. അതുപോലെ തന്നെയാണ് ശബരിമലയിലെയും അവസ്ഥ. അവിടെ ഒരു ഹിന്ദുവിന് ഏതുവരെ പോകാൻ സാധിക്കുമോ അതുവരെ എല്ലാ മതസ്ഥർക്കും പോകാൻ സാധിക്കും. ഒരു നിയന്ത്രണവും അവിടെ ഇല്ല എന്നും അദ്ദേഹം എടുത്തു പറയുന്നു. ഇത്തരത്തിൽ മതങ്ങൾ തമ്മിലുള്ള ഒരു സൗഹൃദം വർദ്ധിക്കുന്നത് ശബരിമലയിൽ നമുക്ക് കാണാൻ സാധിക്കുന്നതായിരിക്കും. അതിൽ ആശങ്കയുള്ളവരാണ് ഈ രീതിയിൽ പ്രതികരിക്കുന്നത് എന്ന് അദ്ദേഹം പറഞ്ഞു. മതസൗഹാർദ്ദത്തിൽ ആശങ്ക പ്രകടിപ്പിക്കേണ്ട കാര്യം എന്താണ്? ഇത്തരത്തിൽ മതങ്ങൾ പരസ്പരം അകന്നു കഴിയേണ്ടതല്ല. അത്തരത്തിലുള്ള ഒരു അകൽച്ച കുറഞ്ഞു വരുന്ന ഒരു സാഹചര്യത്തിൽ അതിൽ ഉള്ള ആശങ്ക കാരണമാണ് വി മുരളീധരന്റെ പ്രസ്താവന പോലെ അത്തരത്തിലുള്ള പ്രസ്താവനകൾ വരുന്നതെന്നും മന്ത്രി കൂട്ടിച്ചേർത്തു. അജിംഷാദ്. ശരി, ഷീജയാണ് വിവരങ്ങൾ നൽകിയത്. KT ജലീലിന്റെ ശബരിമല സന്ദർശനത്തെ വിമർശിച്ച് BJP നേതാവ് വി മുരളീധരൻ. KT ജലീൽ ശബരിമലയെ ഫോട്ടോ ഓപ്പർച്യൂണിറ്റിക്കുള്ള പിക്നിക് സ്പോട്ടായി കണ്ടുവെന്ന് മുരളീധരൻ. മുൻ സിമിക്കാരനായ ജലീൽ ഒരു സുപ്രഭാതത്തിൽ കുളിച്ച് കുറിതട്ട് മതേതരവാദിയായെന്ന് പറഞ്ഞാൽ അത് മുഖവിലക്കെടുക്കാൻ പറ്റില്ല. മേൽശാന്തിയിൽ നിന്നും തീർത്ഥം വാങ്ങുന്ന ഫോട്ടോ ഫേസ്ബുക്കിൽ നിന്നും തന്ത്രപൂർവ്വം ഒഴിവാക്കിയത് ആരെ ഭയന്നാണെന്നും വി മുരളീധരൻ ചോദിച്ചു. KM എബ്രഹാമിന് എതിരെ AGയുടെ പ്രാഥമിക റിപ്പോർട്ട്. കെൽട്രോൺ ചെയർമാന് വേണ്ടി ചട്ടം മറികടന്ന് ഇടപെട്ടുവെന്നും വഴിവിട്ട് വൻ ആനുകൂല്യങ്ങൾ കെൽട്രോൺ ചെയർമാന് നൽകിയെന്നും റിപ്പോർട്ട്. ഇതുവഴി 58.4 ലക്ഷം രൂപ സർക്കാർ ഖജനാവിന് നഷ്ടമുണ്ടായതായി പ്രാഥമിക റിപ്പോർട്ടിൽ പരാമർശിക്കുന്നു. കെൽട്രോൺ ചെയർമാനായ GC ഗോപാലപിള്ളയ്ക്ക് ചട്ടം മറികടന്ന് ആനുകൂല്യങ്ങൾ നൽകാൻ ധനവകുപ്പ് പ്രിൻസിപ്പൽ സെക്രട്ടറിയായ KM എബ്രഹാം ഇടപെട്ടുവെന്നാണ് AGയുടെ റിപ്പോർട്ടിലെ പരാമർശം.
പൊതുമേഖലാ സ്ഥാപനങ്ങളുടെ ചെയർമാൻമാർക്ക് ഓണറേറിയം നൽകുന്നതിനുള്ള സർക്കാർ മാർഗനിർദ്ദേശങ്ങൾ പാലിച്ചില്ല. കെൽട്രോൺ ചെയർമാന് 20,000 രൂപ ഓണറേറിയം നൽകേണ്ട സ്ഥാനത്ത് 1,4 ലക്ഷം രൂപ അനുവദിച്ചു. ഇതുവഴി പൊതുഖജനാവിന് 58.4 ലക്ഷം രൂപയുടെ നഷ്ടമുണ്ടാക്കിയതായും AG കണ്ടെത്തിയിട്ടുണ്ട്. ധനവകുപ്പ് ഉദ്യോഗസ്ഥർ എതിർത്തിട്ടും KM എബ്രഹാം ഇടപെട്ട് ഓണറേറിയം വർദ്ധിപ്പിച്ചു നൽകുകയായിരുന്നു. സംസ്ഥാനത്തിന്റെ ഇലക്ട്രോണിക്സ് വികസനത്തിനു വേണ്ടി തയ്യാറാക്കിയ പ്രത്യേക പദ്ധതികളൊന്നും ഈ കാലയളവിൽ നടപ്പിലായില്ലെന്നും റിപ്പോർട്ടിൽ പരാമർശമുണ്ട്. 2016 ഏപ്രിലിൽ തയ്യാറാക്കിയ പ്രാഥമിക റിപ്പോർട്ടിൽ കെൽട്രോണും ധനവകുപ്പും വിശദീകരണം നൽകിയതിനു ശേഷമായിരിക്കും അന്തിമ റിപ്പോർട്ട് തയ്യാറാക്കുക. MR സജേഷ്, ന്യൂസ് ബ്യൂറോ, തിരുവനന്തപുരം. ഇപ്പോൾ പാലക്കാട് CITU സംസ്ഥാന സമ്മേളനത്തോടനുബന്ധിച്ചുള്ള പൊതുസമ്മേളനം പിണറായി വിജയൻ സംസാരിക്കുന്നു. ശ്രമം നടക്കുന്നത് ഐതിഹാസികമായ ലോകം തന്നെ ശ്രദ്ധിച്ച പ്രക്ഷോഭങ്ങൾക്കും സമരങ്ങൾക്കും നേതൃത്വം കൊടുക്കാൻ ഇതുകൊണ്ട് തന്നെ CITUവിന് കഴിഞ്ഞിട്ടുണ്ട്. ഇക്കഴിഞ്ഞ അഖിലേന്ത്യാ പ്രക്ഷോഭവും അഖിലേന്ത്യാ പണിമുടക്കവും ഈ ഗണത്തിൽ ഏറ്റവും സുപ്രധാനമായ ഒന്നാണ്. നമ്മുടെ രാജ്യത്തെ ഏതെല്ലാം രീതിയിൽ ശിഥിലമാക്കാൻ കഴിയുമെന്ന് ചിന്തിക്കുന്ന, അത് പ്രത്യേകമായ രീതിയിൽ ആസൂത്രണം ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു കൂട്ടരാണ് രാജ്യത്തിന്റെ ഭരണത്തിൽ ഇപ്പോഴുള്ളത്. ജനങ്ങളെ ഭിന്നിപ്പിക്കുക, തൊഴിലാളികളുടെ ഐക്യം ഇല്ലാതാക്കുക, തൊഴിലാളികളെ തന്നെ ഭിന്നിപ്പിച്ച് വിവിധ കമ്പാർട്ട്മെന്റുകളിലാക്കുക, ഇതിനെല്ലാമുള്ള ശ്രമങ്ങൾ വലിയ തോതിലാണ് അഖിലേന്ത്യാ തലത്തിൽ തന്നെ നടന്നുകൊണ്ടിരിക്കുന്നത്. ഒരു ഭാഗത്ത് വർഗീയമായ ചേരിതിരിവ് സൃഷ്ടിക്കാൻ നോക്കുന്നു, മറ്റൊരു ഭാഗത്ത് പ്രദേശങ്ങൾ തമ്മിലടിപ്പിക്കാൻ നോക്കുന്നു. എന്തിൻ്റെയെല്ലാം പേരിലാണ് നമ്മുടെ നാട്ടിൽ, നമ്മുടെ രാജ്യത്ത് ജനങ്ങളെ തമ്മിലടിപ്പിക്കാൻ നോക്കുന്നത് എന്നാണ് നാം ശ്രദ്ധിക്കേണ്ടത്. പശുവിൻ്റെ പേരിൽ അനേകം ആളുകളെ കൊല്ലുന്നതിനും കെട്ടിത്തൂക്കുന്നതിനും മടിയില്ലാത്ത അവസ്ഥ വന്നിരിക്കുന്നു. നമ്മുടെ കേരളത്തിൽ ജീവിക്കുന്ന നമുക്ക് ഇത്തരം കാര്യങ്ങൾ വലിയ തോതിൽ അനുഭവിക്കേണ്ടി വരുന്നില്ല. പക്ഷേ ഉത്തർപ്രദേശിൽ ദാദ്രിയിൽ ഒരു വീട്ടിൽ കയറിയാണ് ആ വീട്ടിൽ പാചകം ചെയ്തു വെച്ച ഭക്ഷണത്തിന്റെ പേരിൽ ഗൃഹനാഥനെ കൊലപ്പെടുത്തി കളഞ്ഞത്. ഇതാണ് നമ്മുടെ രാജ്യത്ത് ചിലയിടങ്ങളിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. നമ്മുടെ രാജ്യം വിവിധ മതങ്ങൾ, വിവിധ ഭാഷകൾ, വിവിധ സംസ്കാരം എല്ലാം ഉൾക്കൊള്ളുന്ന രാഷ്ട്രമാണ്. ഇതാണ് നമ്മുടെ രാഷ്ട്രത്തിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത, വൈവിധ്യം. എന്നാൽ ഇന്നത്തെ കേന്ദ്ര ഗവൺമെന്റ് നേതൃത്വം കൊടുക്കുന്ന RSSനും RSSന്റെ നേതൃത്വത്തിലുള്ള സംഘപരിവാറിനും
ഇത്തരം കാര്യങ്ങളോടൊന്നും യോജിപ്പില്ല. അവർ പ്രധാനമായും കാണുന്നത് രാഷ്ട്രത്തിന്റെ മതനിരപേക്ഷതയെ തകർക്കണമെന്നാണ്. രാഷ്ട്രത്തിന്റെ മതനിരപേക്ഷത തകരണമെങ്കിൽ ആദ്യം തകരേണ്ടത് നമ്മുടെ രാജ്യത്ത് അധ്വാനിക്കുന്ന വർഗത്തിന്റെ, തൊഴിലാളി വർഗത്തിന്റെ ഐക്യമാണ് എന്നവർ തിരിച്ചറിയുന്നു. അതുകൊണ്ട് തന്നെ തൊഴിലാളി വർഗത്തിന്റെ ഐക്യം ശരിയായ ദിശയിൽ രൂപപ്പെട്ടു വരുന്നതിനെ തടയുന്നതിനായി ഭിന്നിപ്പുണ്ടാക്കാൻ, ചേരിതിരിവ് സൃഷ്ടിക്കാൻ, ശിഥിലീകരണം വളർത്താൻ സംഘപരിവാർ നടപടികൾ സ്വീകരിച്ചുകൊണ്ടിരിക്കുകയാണ്. വിവിധ സംസ്ഥാനങ്ങളെടുത്താൽ വിവിധ പേരുകളിൽ ഈ ഐക്യത്തെ തകർക്കുന്ന തരത്തിലുള്ള പ്രക്ഷോഭങ്ങൾ വളർന്നു വരുന്നതായിട്ട് കാണാൻ നമുക്ക് സാധിക്കും. മഹാരാഷ്ട്രയിൽ കണ്ടത് മറാഠ ജാതിക്കാർക്ക് സംവരണം വേണമെന്ന് പറഞ്ഞുകൊണ്ടുള്ള പ്രക്ഷോഭമാണ്. ഹരിയാനയിൽ കണ്ടത് ജാട്ട് വിഭാഗത്തിന് സംവരണം വേണമെന്ന് പറഞ്ഞുകൊണ്ടുള്ള പ്രക്ഷോഭമാണ്. ഗുജറാത്തില് പട്ടേൽ വിഭാഗത്തിന് സംവരണം വേണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടുള്ള പ്രക്ഷോഭമാണ്. രാജസ്ഥാനിലെ ഗുജ്ജാർ വിഭാഗത്തിന് സംവരണം വേണം എന്ന് പറഞ്ഞുകൊണ്ടുള്ള പ്രക്ഷോഭമാണ്. ഇങ്ങനെ ഓരോ പ്രദേശത്ത് നിലവിലുള്ള പൊതുവായ ഐക്യത്തെ തകർക്കാനുള്ള നീക്കങ്ങൾ വലിയ തോതിലാണ് വളർത്തിയെടുത്തിട്ടുള്ളത്. നമ്മുടെ രാജ്യത്തിലെ വിവിധ സംസ്ഥാനങ്ങൾ തമ്മിൽ തർക്കങ്ങളും അതിൻ്റെ ഭാഗമായി ജനങ്ങൾ തമ്മിൽ ചേരിതിരിഞ്ഞ പോരും സൃഷ്ടിക്കാൻ ശ്രമം നടക്കുന്നു. ആന്ധ്രയെ കർണാടകത്തിനെതിരെ തിരിക്കാൻ, കർണാടകത്തെ ആന്ധ്രക്കെതിരെ തിരിക്കാൻ, തമിഴ്നാടും കർണാടകവും പരസ്പരം പോരടിക്കാൻ, ഇങ്ങനെയെല്ലാമുള്ള ഒട്ടേറെ നീക്കങ്ങൾ നടക്കുകയാണ്. ഇതിനെല്ലാം ഇടയാക്കുന്ന നദീജല പ്രശ്നങ്ങളുണ്ട്. സംസ്ഥാനങ്ങൾ തമ്മിൽ പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ ആ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിന് ന്യായമായ രീതിയിൽ ഇടപെടാൻ ബാധ്യതപ്പെട്ട കേന്ദ്ര സർക്കാർ അക്കാര്യത്തിൽ ഒരു നടപടിയും സ്വീകരിക്കുന്നില്ല എന്നാണ് കാണാൻ കഴിയുക. കാരണം അവർക്ക് ഇത്തരത്തിലുള്ള തർക്കങ്ങൾ മൂർച്ഛിച്ചു വരുന്നതിലാണ് താല്പര്യം. ഇതോടൊപ്പം കേന്ദ്ര ഭരണകക്ഷിയും അവർക്ക് നേതൃത്വം കൊടുക്കുന്ന RSSഉം അവരുടെ താല്പര്യം മുൻനിർത്തിയുള്ള പ്രശ്നങ്ങൾ ഉയർത്തിക്കൊണ്ടുവരും. അവർക്ക് വേണ്ട ഘട്ടത്തിൽ എടുത്തെറിയാനുള്ള ഒരു തുരുപ്പ് ചീട്ടാണ് അയോധ്യ പ്രശ്നം. ഉത്തർപ്രദേശിൽ തെരഞ്ഞെടുപ്പ് വരുമ്പോൾ രാമക്ഷേത്ര നിർമ്മാണവുമായി അവർ മുന്നോട്ട് വരും. ഇത്തരത്തിൽ ജനങ്ങളെ ചേരിതിരിക്കാനുള്ള നീക്കം തങ്ങൾക്ക് ഗുണകരമാണ് എന്നാണ് RSSഉം സംഘപരിവാറും കാണുന്നത്. ഏതും ആ തരത്തിൽ ഉപയോഗിക്കാനാണ് തയ്യാറാകുന്നത്. ഏകീകൃത സിവിൽ കോഡിന്റെ പ്രശ്നം, യൂണിഫോം സിവിൽ കോഡിന്റെ പ്രശ്നം
തങ്ങളുടെ താല്പര്യത്തിനനുസൃതമായി ഉയർത്താനാണ് സംഘപരിവാറിന് താല്പര്യം. അതെല്ലാം വിട്ട് ഒരുതരം ഹിസ്റ്റീരിയക്ക് ആളെ വിധേയമാക്കാൻ, യുദ്ധഭ്രാന്ത് വളർത്തണമെങ്കിൽ അക്കാര്യത്തിനും സംഘപരിവാറിനും രാജ്യത്തിന്റെ ഭരണകക്ഷിക്കും മടിയില്ല എന്നതാണ് അവസ്ഥ. ഇതെല്ലാം നമ്മുടെ രാജ്യത്തിന്റെ മുന്നിലുള്ള ആപത്തുകളാണ് എന്ന് നാം തിരിച്ചറിയണം. ആ ആപത്ത് ശരിയായ രീതിയിൽ തടയാൻ തൊഴിലാളി വർഗത്തിന് മാത്രമേ നേതൃത്വം കൊടുക്കാൻ കഴിയൂ. അവിടെയാണ് CITUവിന്റെ പ്രസക്തി നിലകൊള്ളുന്നത്. നമ്മുടെ രാജ്യത്തിനകത്ത് മുൻകാലങ്ങളിൽ മുസ്ലിം വിഭാഗത്തിന് നേരെയും മറ്റുമാണ് സംഘപരിവാർ ആക്രമണം നടത്തിയിരുന്നെങ്കിൽ ഈ അടുത്ത കാലത്തായി അവരുടെ സവർണ മേധാവിത്വ മുഖം ശരിയായ രൂപത്തിൽ പുറത്തു വന്നിരിക്കുന്നു. ചാതുർവർണ്ണയത്തിൽ വിശ്വസിക്കുന്ന RSSൽ നിന്നും സംഘപരിവാറിൽ നിന്നും മറ്റൊന്നും പ്രതീക്ഷിക്കാൻ കഴിയില്ല. അതുകൊണ്ട് തന്നെ പശുവിന്റെ പേരിൽ പലയിടത്തും അവർ നടത്തിയ ആക്രമണം രാജ്യമാകെ അപലപിച്ചിട്ടുള്ളതാണ്. ഗുജറാത്തിലെ ഉനയിൽ 4 ചെറുപ്പക്കാരെ ഭീകരമായി മർദ്ദിക്കുന്ന കാഴ്ച നമുക്കാർക്കും മറക്കാൻ കഴിയുന്ന ഒന്നല്ല. ആ ദളിത് യുവാക്കൾ ഒരു തെറ്റും ചെയ്തവരല്ല. ചത്ത പശുവിന്റെ തോലിരിച്ചു എന്താണ് അത്തരത്തിലൊരു ആക്രമണത്തിന് നേതൃത്വം കൊടുത്തവർ പറഞ്ഞ ന്യായീകരണം. എന്തൊക്കെ കാട്ടിക്കൂട്ടുന്നു സംഘപരിവാർ. ഏറ്റവും ഭീകരമായൊരു ദൃശ്യം കഴിഞ്ഞ പെരുന്നാളിന് തൊട്ടു മുൻപ് ഹരിയാനയിൽ മേവാട്ടിലുണ്ടായി. അവിടെ പുറത്ത് വീട്ടിന് പുറത്ത് കടന്നിറങ്ങുന്ന ഗൃഹനാഥന്മാരെ കൊലപ്പെടുത്തി. സ്ത്രീകളെ കൂട്ടബലാത്സംഗത്തിനിരയാക്കി. വീട്ടിലുള്ള ചെറിയ പെൺകുട്ടികൾ ഓടിപ്പോയപ്പോ പിഞ്ചു കുഞ്ഞിന്റെ കഴുത്തിന് കത്തി വെച്ചുകൊണ്ട് ആ യുവതികളെ തിരിച്ചു വിളിപ്പിച്ചു. തിരിച്ച് വന്ന ആ യുവതികൾക്ക് കൂട്ടബലാത്സംഗത്തിനിരയാകേണ്ടി വന്നു. ഇതെല്ലാമാണ് നമ്മുടെ രാജ്യത്ത് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഇത്തരം കാര്യങ്ങളിൽ നമ്മുടെ രാജ്യത്തെ തൊഴിലാളി വർഗത്തിന് ഫലപ്രദമായി ഇടപെടുന്നതിന് നേതൃത്വം കൊടുക്കുന്നു എന്നതാണ് CITUവിന്റെ ഏറ്റവും വലിയ പ്രസക്തി. മതനിരപേക്ഷതയ്ക്ക് വേണ്ടി, വർഗീയതയ്ക്കെതിരെ ഉറച്ച നിലപാട് സ്വീകരിച്ച് രാജ്യ താൽപര്യം ഉയർത്തിപ്പിടിച്ച്
CITIന് മുന്നോട്ട് പോകാൻ കഴിയുന്നു. നമ്മുടെ സംസ്ഥാനത്ത് ഈ ചിത്രത്തിൽ നിന്നും വ്യത്യസ്തമായ ചിത്രമാണ് എന്ന് നമുക്കെല്ലാവർക്കും അറിയാം. കേരളത്തിൽ കഴിഞ്ഞ മെയ് മാസത്തിൽ LDF ഗവൺമെന്റ് അധികാരത്തിൽ വന്നു. ആ ഗവൺമെന്റ് അധികാരത്തിൽ വരുമ്പോൾ തന്നെ എന്താണ് ഗവൺമെന്റ് ചെയ്യാൻ പോകുന്നത് എന്ന കാര്യം ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി തെരഞ്ഞെടുപ്പ് പ്രകടന പത്രികയിലൂടെ വ്യക്തമാക്കിയിരുന്നു. നമ്മുടെ നാടിന്റെ വികസനം നാടാകെ ആഗ്രഹിക്കുന്ന കാര്യമാണ്. വികസനം എന്നത് ഏതെങ്കിലും ഒരു പ്രത്യേക മേഖലയിൽ ഒതുങ്ങി നിൽക്കുന്നതല്ല. സാമൂഹ്യ നീതിയിൽ അധിഷ്ഠിതമായ സർവതല സ്പർശിയും സമഗ്രവുമായ വികസനമാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി നാടിന്റെ മുന്നിൽ വാഗ്ദത്തം ചെയ്തത്. അതിലേറ്റവും പ്രധാനമാണ് നമ്മുടെ നാടിന്റെ പശ്ചാത്തല സൗകര്യ വികസനം. പശ്ചാത്തല സൗകര്യ വികസനം ഫലപ്രദമായി നടക്കണമെങ്കിൽ സാമ്പത്തിക ശേഷി ഒരു ഘടകമാണ്. നമ്മളാണെങ്കിൽ സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന ഒരു സംസ്ഥാനം. നമുക്ക് വലിയ വരുമാനമില്ല. അതുതന്നെയാണ് പിന്നോക്കാവസ്ഥക്ക് കാരണം. അപ്പൊ എങ്ങനെ പശ്ചാത്തല സൗകര്യ വികസനം ഉറപ്പുവരുത്താൻ കഴിയും? അതിനാണിപ്പോ കേരള ഇൻഫ്രാസ്ട്രക്ചർ ഇൻവെസ്റ്റ്മെന്റ് ബോർഡ്, കിഫ്ബി എന്ന ചുരുക്കപ്പേരിൽ അറിയപ്പെടുന്ന ഒരു സംവിധാനത്തിന് രൂപം നൽകിയിരിക്കുന്നത്. അതിന്റെ ഭാഗമായി ഈ വരുന്ന 5 വർഷം കൊണ്ട് കേരളത്തിൽ 50,000 കോടി രൂപ ഈ കാര്യത്തിന് ചെലവഴിക്കാൻ കഴിയും എന്നാണ് പ്രതീക്ഷിക്കുന്നത്. ഇത് നമ്മുടെ സംസ്ഥാനത്തിന്റെ പശ്ചാത്തല സൗകര്യ വികസനത്തിൽ ഒരു കുതിച്ചുചാട്ടത്തിനാണ് വഴിവെക്കുക. ആ രീതിയിലുള്ള പരിപാടികളുമായി സർക്കാർ മുന്നോട്ട് പോവുകയാണ്. ഇവിടെ സംസ്ഥാന സർക്കാർ അധികാരത്തിൽ വരുമ്പോൾ കേരളത്തിലെ പരമ്പരാഗത വ്യവസായ മേഖല ഏറെക്കുറെയെല്ലാം തകർന്ന മട്ടിലാണ്. കേരളത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട കശുവണ്ടി, കൈത്തറി, കയറ് ഇവയെല്ലാം വലിയ തകർച്ചയാണ് നേരിട്ടത്. സംസ്ഥാന സർക്കാർ അധികാരത്തിൽ വന്നതിന് ശേഷം കശുവണ്ടി മേഖലയിൽ നല്ല രീതിയിൽ ഇടപെടാൻ കഴിഞ്ഞിരിക്കുന്നു. കാഷ്യൂ ഡെവലപ്മെന്റ് കോർപ്പറേഷന്റെ നേതൃത്വത്തിലുള്ള ഫാക്ടറികളെല്ലാം അടഞ്ഞു കിടക്കുകയായിരുന്നു. ഇപ്പോ 40 ഫാക്ടറികൾ തുറന്നു പ്രവർത്തിക്കുന്നു. ആ മേഖലയിലുള്ള 18,000 പേർക്ക് തൊഴിൽ ചെയ്യാൻ അവസരമുണ്ടായിരിക്കുന്നു. തൊഴിൽ നിഷേധിക്കപ്പെട്ടവരായിരുന്നു അവര്. എന്നാൽ ആ നിലയിൽ മാറ്റം വന്നിരിക്കുന്നു. കയറ് വലിയ തകർച്ചയിലായിരുന്നു. കയർ രംഗം വീണ്ടും സജീവമായിരിക്കുന്നു. ശരിയായ ദിശാബോധത്തോടെ തന്നെ കയർ മേഖലയിൽ
സംസ്ഥാന സർക്കാർ ഇടപെടുന്നതിന്റെ ഫലമായി കയർ തൊഴിൽ മേഖല വീണ്ടും ഉണർന്നിരിക്കുന്നു. കൈത്തറിയെ സംരക്ഷിക്കുന്നതിനുള്ള പദ്ധതിയുടെ ഭാഗമായിട്ട് കൂടിയാണ് 1ാം തരം മുതൽ 8ാം തരം വരെയുള്ള വിദ്യാർത്ഥികൾക്ക് കൈത്തറി തുണിയുടെ യൂണിഫോം നൽകുമെന്ന് തീരുമാനിച്ചത്. ഇപ്പോ ഉള്ള തറികളെല്ലാം പ്രവർത്തിച്ചാലും ഈ മുഴുവൻ കുട്ടികൾക്കും കൈത്തറി തുണി കൊടുക്കാൻ കഴിയില്ല എന്നാണ് പറയുന്നത്. എല്ലാ തറികളും പ്രവർത്തിക്കാനുള്ള നിലയാണ് ഉണ്ടാക്കുന്നത്. അടുത്ത വർഷം 1 മുതൽ 5 വരെയുള്ള കുട്ടികൾക്ക് മുഴുവൻ തന്നെ നൽകാൻ കഴിയും. എല്ലാ തറികളും പ്രവർത്തിക്കുമ്പോൾ സ്വാഭാവികമായും ആ രംഗത്തൊരു തൊഴിലുറപ്പാണ് വരുന്നത്. അതിലൂടെ കൂടുതൽ തറികൾ, കൂടുതൽ തൊഴിലാളികൾ ഈ മേഖലയിലേക്ക് കടന്നു വരും. ഈ വർഷം കഴിഞ്ഞ്, അതായത് അടുത്ത വർഷത്തെ ആവശ്യം കഴിഞ്ഞ് പിറ്റത്തെ വർഷത്തിലേക്ക് പോകുമ്പോൾ 8ാം തരം വരെയുള്ള വിദ്യാർത്ഥികൾക്കാകെ കൈത്തറി തുണി കൊടുക്കത്തക്ക രീതിയിൽ കൈത്തറി തൊഴിലാളികൾ ഉൽപ്പാദിപ്പിച്ച കൈത്തറി തുണി ഈ കേരളത്തിൽ തന്നെ ലഭ്യമാകും എന്നാണ് സർക്കാർ പ്രതീക്ഷിക്കുന്നത്. കൈത്തറിയെ സംരക്ഷിക്കാനുള്ള നടപടിയുടെ ഭാഗമാണ് എന്നതുകൊണ്ട് തന്നെ ഈ മേഖലയിൽ കൈത്തറി തുണി തന്നെ എന്ന നിലപാടുമാണ് സർക്കാർ സ്വീകരിച്ചിരിക്കുന്നത്. ഓരോ മേഖലയിലും ഈ തരത്തിലുള്ള ഇടപെടലുകളാണ് സംസ്ഥാന സർക്കാർ നടത്തിപ്പോകുന്നത്. മത്സ്യത്തൊഴിലാളി രംഗം വലിയ തോതിൽ പ്രതിസന്ധി നേരിടുന്ന ഒരു രംഗമാണ്. നേരത്തെ LDF ഗവൺമെന്റ് ഒട്ടേറെ സമാശ്വാസ നടപടികൾ സ്വീകരിച്ചതായിരുന്നു. ഇപ്പോ മറ്റൊട്ടേറെ സമാശ്വാസ നടപടികൾക്ക് പുറമെ മത്സ്യത്തൊഴിലാളികളുടെ കടാശ്വാസ പദ്ധതിക്കായി 50 നീക്കിവെച്ചിരിക്കുകയാണ്. ഇങ്ങനെയുള്ള അടിസ്ഥാന വർഗത്തിന്റെ ഉന്നമനത്തിനുതകുന്ന നടപടികളാണ് സംസ്ഥാന സർക്കാർ സ്വീകരിച്ചു വരുന്നത്. നമ്മുടെ സംസ്ഥാനത്ത് നല്ല രീതിയിൽ പ്രതിസന്ധി നേരിടുന്ന ഒരു മേഖലയാണ് കാർഷിക മേഖല. കാർഷിക പ്രതിസന്ധി നേരിടാൻ 500 കോടി രൂപയുടെ പാക്കേജിനാണ് രൂപം നൽകിയിട്ടുള്ളത്. ഇവിടെ നമ്മുടെ സംസ്ഥാനത്ത് നല്ല രീതിയിൽ സംസ്ഥാന സർക്കാർ നടപ്പാക്കിയ പദ്ധതിയാണ് പെൻഷൻ കുടിശ്ശിക കൊടുത്തു തീർന്ന നടപടി. പെൻഷൻ കുടിശ്ശിക കൊടുക്കുക മാത്രമല്ല, 600 രൂപയിൽ നിന്ന് 1000 രൂപയാക്കി ഉയർത്തുന്ന നടപടിയും സ്വീകരിച്ചു. അതിന്റെ ഫലമായി നമ്മുടെ നാട്ടിലെ ക്ഷേമ പെൻഷൻ അർഹതയുള്ള എല്ലാവരിലും വലിയ തോതിലുള്ള ആശ്വാസവും ഉണർവും സന്തോഷവും നമുക്ക് കാണാൻ കഴിയും.
ഇത്തരം മേഖലകളിൽ മാത്രമല്ല, നമ്മുടെ സംസ്ഥാനത്തെ പൊതുമേഖലാ സ്ഥാപനങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് FACT. FACTയിൽ യൂറിയ പ്ലാന്റ് വളരെ കാലമായി പൂട്ടിക്കിടക്കുകയാണ്. ആ യൂറിയ പ്ലാന്റ് തുറന്നു പ്രവർത്തിക്കാനുള്ള ഇടപെടൽ സംസ്ഥാന സർക്കാരിന്റെ ഭാഗത്തുനിന്നുണ്ടായി. അത് നല്ല രീതിയിൽ പുരോഗമിക്കുന്നു, ഫലസിദ്ധിയിലേക്ക് എത്തുന്നു. ഇൻസ്ട്രുമെന്റേഷൻ പാലക്കാട് യൂണിറ്റ് അടച്ചുപൂട്ടാൻ കേന്ദ്ര ഗവൺമെന്റ് തീരുമാനിച്ചു. പാലക്കാട് യൂണിറ്റ് അങ്ങനെ അടച്ചുപൂട്ടേണ്ടതില്ലെന്നും അത് ഏറ്റെടുക്കാമെന്നും സംസ്ഥാന സർക്കാർ തീരുമാനിച്ചു. ഇതെല്ലാം നമ്മുടെ സംസ്ഥാനത്തെ പൊതുമേഖലയെ സംരക്ഷിക്കുന്നതിന് വേണ്ടി സ്വീകരിക്കുന്ന നടപടികളാണ്. പൊതുമേഖല നമുക്കെല്ലാം അറിയാവുന്നതുപോലെ കേന്ദ്രത്തിൻ്റെത് മാത്രമല്ല, നമ്മുടെ സംസ്ഥാനത്തിന്റെ പൊതുമേഖലാ സ്ഥാപനങ്ങളുണ്ട്. ആ പൊതുമേഖലാ സ്ഥാപനങ്ങൾ നല്ല രീതിയിൽ പ്രവർത്തിപ്പിക്കുന്നതിനുള്ള നീക്കങ്ങൾ ഇപ്പോഴേ ആരംഭിച്ചു കഴിഞ്ഞിട്ടുണ്ട്. പലതിലും നല്ല ഫലം ഇതിനകം തന്നെ ഉണ്ടായിരിക്കുന്നു എന്നതാണ് വസ്തുത. പൊതുമേഖലാ സ്ഥാപനങ്ങൾ നന്നാവണമെങ്കിൽ തൊഴിലാളിയോട് പ്രതിബദ്ധതയുള്ള സർക്കാർ വേണം. അതായിരുന്നു കഴിഞ്ഞ LDF ഗവൺമെന്റ് കാലത്ത് എല്ലാ പൊതുമേഖലാ സ്ഥാപനങ്ങളും ലാഭത്തിലാകുന്നതിനിടയായത്. LDFന് ഇത്തരം കാര്യങ്ങളിൽ തൊഴിലാളികളോടുള്ള പ്രതിബദ്ധത മാറ്റിവെച്ചുകൊണ്ട് നീങ്ങാൻ കഴിയില്ല. അതുകൊണ്ട് തന്നെ ഓരോ സ്ഥാപനത്തെയും അഭിവൃദ്ധിയിലേക്ക് നയിക്കാൻ ഉതകുന്ന നടപടികളാണ് സ്വീകരിച്ചു വരുന്നത്. ഇതിനോടൊപ്പം പുതിയ ചില നടപടികൾ സംസ്ഥാനത്ത് സർക്കാർ സ്വീകരിച്ചു വരികയാണ്. അത് വലിയ തോതിൽ ജനപങ്കാളിത്തം ഉണ്ടാകേണ്ട പരിപാടികളുമാണ്. ഞാൻ ഈ ഘട്ടത്തിൽ അതിൻ്റെ ആകെ വിശദാംശങ്ങളിലേക്ക് പോകുന്നില്ല. കാരണം ഇവിടെ CITUവിൻ്റെ പ്രധാനപ്പെട്ട ഒട്ടേറെ നേതാക്കൾ സഖാവ് AK പത്മനാഭനെ പോലെയും സഖാവ് തപൻ സെന്നെ പോലെയും ഉള്ളവരടക്കം സംസാരിക്കാനിരിക്കുന്നുണ്ട്. നമ്മൾ തമ്മിൽ ഇടക്കിടക്ക് കാണുന്നവരായതുകൊണ്ട് വളരെ കൂടുതൽ സമയം ഞാനെടുക്കുന്നത് അത്ര ശരിയാകുമെന്ന് തോന്നുന്നില്ല. അവർ സംസാരിക്കുന്നത് കേൾക്കാൻ സ്വാഭാവികമായും നിങ്ങൾക്ക് അതിയായ താല്പര്യം കാണും. അതുകൊണ്ട് തന്നെ ഇതിൻ്റെ എല്ലാം വിശദീകരണത്തിലേക്ക് ഞാൻ പോകുന്നില്ല. നമ്മുടെ സംസ്ഥാനത്ത് ഈ മാസം തന്നെ നമ്മൾ ഇന്നെന്ന് പറയുമ്പോൾ ഒരു പ്രത്യേകതയുണ്ട് നമുക്ക്. നാളെയാണ് നമ്മുടെ കേരളത്തിന് 60 വയസ്സ് തികയുന്നത്. കേരള സംസ്ഥാനം രൂപം കൊണ്ടിട്ട് നാളെ 60 വയസ്സ് തികയാണ്. അപ്പോൾ വജ്ര ജൂബിലി നാം നാളെ ആഘോഷിക്കുകയാണ്. അതിൻ്റെ ഭാഗമായി ഒരു കാര്യം നാം പ്രഖ്യാപിക്കുന്ന എല്ലാ തദ്ദേശഭരണ സ്ഥാപനങ്ങളും പ്രധാന പങ്ക് വഹിച്ചുകൊണ്ട് നേടിയൊരു നേട്ടം, അത് പരസ്യ വിസർജന മുക്ത സംസ്ഥാനമായി നമ്മുടെ സംസ്ഥാനം മാറിയിരിക്കുന്നു. ഇന്നലെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി തന്നെ അത് പ്രത്യേകമായി എടുത്തു പറഞ്ഞ് കേരളത്തെ പ്രശംസിക്കുന്ന നിലയും ഉണ്ടായിരിക്കുന്നു. ആ അതെല്ലാം വന്നത് നമ്മുടെ നാട്ടിലുള്ള എല്ലാവരും ഒന്നിച്ചു നിന്നുകൊണ്ട് അതിന് ശ്രമിച്ചതിൻ്റെ ഭാഗമായിട്ടാണ്. അതിൻ്റെ
അനുഭവം കൂടി ചേർത്തുകൊണ്ടുള്ള ചില പദ്ധതികളാണ് ഇനി നാം നടപ്പാക്കാൻ പോകുന്നത്. അതിലൊന്ന്, നമ്മളെല്ലാവരും ചുരുങ്ങിയത് 2 നേരം കുളിക്കുന്നവരാണ്. രാവിലെ ഇറങ്ങുമ്പോൾ ഒന്ന് കുളിച്ച്, പിന്നെ ഉറങ്ങാൻ പോകുന്നതിന് മുൻപ് പിന്നെ ഒരു കുളിയും കുളിച്ച്, അങ്ങനെ 2 നേരമെങ്കിലും കുളിക്കും. അത്ര വ്യക്തിശുദ്ധിയിൽ താല്പര്യമുള്ളവരാണ് പൊതുവിൽ മലയാളികൾ. പക്ഷേ നമ്മുടെ പരിസരം നോക്കിയാൽ വൃത്തിഹീനാണ്. ഇവിടെ വീട്ടിലെ സാധനം മറ്റൊരു പറമ്പിലേക്ക് വലിച്ചെറിയാനോ അല്ലെങ്കിൽ പൊതുസ്ഥലത്ത് ഇടാനോ ഒന്നും ഒരു പ്രയാസവും നമുക്കില്ല. പോട്ടെ, ഞാൻ അതിൻ്റെ വിശദീകരണത്തിലേക്ക് പോകുന്നില്ല. ഉദ്ദേശിക്കുന്നത് നാടാകെ വൃത്തിയായി വരണം, മാലിന്യമുക്തമായൊരു കേരളമാവണം, എല്ലായിടെയും നല്ല വൃത്തിയും വെടിപ്പും ഉണ്ടാവണം. അത് വീട്ടിൽ വേണം, സ്കൂളിൽ വേണം, ഓഫീസിൽ വേണം, എല്ലാ സ്ഥലങ്ങളിലും വേണം. റേഡിയോ ആഫീസ് പ്രത്യേകം ശ്രദ്ധിച്ചോളണം. അവിടെ നല്ല രീതിയിൽ വൃത്തിയിൽ സൂക്ഷിക്കാൻ നമുക്ക് സാധിക്കണം. ഇങ്ങനെ എല്ലാ ഓഫീസുകളും, പിഞ്ചു കുഞ്ഞുങ്ങൾ മുതൽ പ്രായമുള്ളവർ വരെ എല്ലാവരും നല്ല രീതിയിൽ ഈ പ്രവർത്തനത്തിൽ പങ്കാളിയാകണം എന്നാണ് ഉദ്ദേശിക്കുന്നത്. അത്തരമൊരു പദ്ധതി നാം ആരംഭിക്കാൻ പോവുകയാണ്. അതോടൊപ്പം തന്നെ നമ്മുടെ നാട്ടിലെ കുളങ്ങളും തോടുകളുമെല്ലാം പലതും നശിച്ചു പോയിരിക്കുന്നു. അപ്പം അത് വീണ്ടെടുക്കാൻ നമുക്ക് കഴിയണം. അപ്പം അതിനുള്ള ശ്രമം നാട്ടുകാരാകെ കൂടി നടത്തലാണ്. സർക്കാർ ഇതിലൊക്കെ പങ്കുവഹിക്കും. എന്നാൽ നാടിൻ്റെ ആകെ പങ്കാളിത്തം വന്നാലേ ഇതൊക്കെ പൂർണ്ണതയിലെത്തും. അപ്പോൾ എല്ലാ കോടുകളും, എല്ലാ തോടുകളും, എല്ലാ കുളങ്ങളും നമുക്ക് പുനർജീവിപ്പിക്കാൻ കഴിയണം. ഇന്ന് നമുക്ക് ഈ പരിപാടിക്ക് മഴ കുറച്ച് വിഷമം ഉണ്ടാക്കിയെങ്കിലും മഴ പെയ്യുമ്പോൾ നാട്ടിലാകെ ഉണ്ടാകുന്ന സന്തോഷം എത്രയാണ്. നമ്മുടെ കേരളത്തിന് മഴ എന്ന് പറയുന്നൊരു പുതുമയുള്ള കാര്യമല്ലല്ലോ. പക്ഷേ കേരളമാകെ ഇങ്ങനെ മഴയ്ക്ക് വേണ്ടി ദാഹിച്ച് നിൽക്കുന്നൊരവസ്ഥയല്ലേ. കാരണം ഒരു കടുത്ത വരൾച്ചയിലേക്ക് നമ്മുടെ നാട് നീങ്ങുന്നു എന്ന ആശങ്കയിലല്ലേ എല്ലായിടവും നിൽക്കുന്നു. അപ്പോൾ നമ്മൾ വെള്ളത്തിൻ്റെ വില അറിയാൻ, ആ വെള്ളം നമുക്ക് സംരക്ഷിക്കണം. ഇനി വെള്ളം നഷ്ടപ്പെടുന്നതിനിടയാകരുത്. അപ്പോൾ പുതിയ വീടുകൾ മഴവെള്ള സംഭരണി വേണം. മഴവെള്ളത്തിന് നല്ല കുഴിയുണ്ടാകണം എന്നർത്ഥം. അതിൻ്റെ പേര് കേട്ടിട്ട് ഞെട്ടേണ്ട കാര്യമില്ല. നല്ല രീതിയിൽ മഴവെള്ളം സംരക്ഷിക്കാനുള്ള പരിപാടി വേണം. അതുപോലെ തന്നെ പുതിയ വീടിനെല്ലാം അത് നിർബന്ധമാക്കാൻ നമുക്ക് കഴിയണം. നിലവിലുള്ള വീട്ടിലും മഴവെള്ള സംഭരണി ക്രമേണ ഉണ്ടാക്കാൻ നമുക്ക് കഴിയണം. ഇതോടൊപ്പം നല്ല നിലയിൽ തന്നെ ഒഴുകിപ്പോകുന്ന വെള്ളം തടുത്ത് സൂക്ഷിക്കുന്നതിനുള്ള നടപടികളും സ്വീകരിക്കേണ്ടതായിട്ടുണ്ട്. അതോടൊപ്പം 2ാം ഘട്ടമെന്ന നിലയ്ക്ക് നമ്മുടെ നദികളും കായലുകളും ശുദ്ധീകരിക്കുന്ന നടപടികളിലേക്ക് നീങ്ങേണ്ടതായിട്ടുണ്ട്. ഇതിൻ്റെ കൂടെ തന്നെ വരുന്നൊരു പദ്ധതിയാണ് നമ്മുടെ കൃഷിരംഗം. ജൈവകൃഷി ഇപ്പം തന്നെ പച്ചക്കറി രംഗത്ത് നല്ലതുപോലെ വ്യാപകമായിട്ടുണ്ട്. പലയിടത്തും തരിശ് നിലങ്ങൾ കൃഷി ചെയ്യുന്ന പരിപാടികൾ വന്നിട്ടുണ്ട്. തദ്ദേശഭരണ സ്ഥാപനങ്ങൾ പ്രധാന പങ്ക് വഹിക്കുന്നുണ്ട്. കൃഷി ഡിപ്പാർട്ട്മെൻറ്റ് സ്തുത്യർഹമായ നിലയിൽ തന്നെ ആ രംഗത്ത് പ്രവർത്തിക്കുന്നുണ്ട്. എല്ലാവരും കൂടി ഇറങ്ങിയാൽ നാട്ടിൽ നല്ല രീതിയിൽ കാർഷികാഭിവൃദ്ധി ഉണ്ടാക്കാൻ നമുക്ക് കഴിയും. ആ തരത്തിലുള്ള ഒരു മുന്നേറ്റം, അതിനാണ് ഹരിത കേരളം എന്ന് പറയുന്നത്. അത്തരമൊരു പദ്ധതിക്ക് ഇപ്പോൾ തുടക്കം കുറിക്കാൻ പോവുകയാണ്. അതോടൊപ്പം തന്നെ നമ്മുടെ വിദ്യാലയങ്ങൾ 1 മുതൽ 12ാം തരം വരെയുള്ള ക്ലാസ്സുകൾ നാം പൊതുവിദ്യാലയം സംരക്ഷിക്കണമെന്ന് പറയുന്നുണ്ട്. പൊതുവിദ്യാലയം സംരക്ഷിക്കണമെങ്കിൽ, പൊതുവിദ്യാഭ്യാസം സംരക്ഷിക്കാൻ കഴിയണമെങ്കിൽ ഈ പൊതുവിദ്യാലയങ്ങളുടെ പശ്ചാത്തല സൗകര്യം വികസിക്കേണ്ടതായിട്ടുണ്ട്. പൊതുവിദ്യാലയങ്ങൾ എന്ന് പറയുമ്പോൾ സർക്കാർ സ്കൂളുകൾ മാത്രമല്ല, എയ്ഡഡും വരും. അപ്പോൾ പൊതുവിദ്യാലയ സംരക്ഷണം എന്ന് പറഞ്ഞാൽ എയ്ഡഡ് വിദ്യാലയങ്ങളെയും കൂടി സംരക്ഷിച്ചാലേ പൊതുവിദ്യാലയങ്ങൾ സംരക്ഷണം ആവും. അപ്പോൾ അതിൻ്റെ എല്ലാം പശ്ചാത്തല സൗകര്യ വികസനം വേണം. അതിന് സർക്കാർ ഒരു പരിപാടി തയ്യാറാക്കിയിട്ടുണ്ട്. ആ പശ്ചാത്തല സൗകര്യ വികസനത്തിന് അവിടെയുള്ള PTA, അധ്യാപക രക്ഷാകർതൃ സമിതിയുണ്ട്, തദ്ദേശഭരണ സ്ഥാപനങ്ങളുണ്ട്, മുൻപ് പഠിച്ച പൂർവ്വ വിദ്യാർത്ഥികളുണ്ട്, പല തരത്തിൽ യോഗ്യരായവരായിരിക്കും അവർ. അതോടൊപ്പം ഇത്തരം കാര്യങ്ങളിൽ സഹായിക്കാൻ തയ്യാറുള്ളവരുണ്ട്. അങ്ങനെയുള്ളവരുടെ എല്ലാം സഹായം ഇതിന് സ്വീകരിക്കും. അതോടൊപ്പം
അക്കാദമിക് നിലവാരവും വർദ്ധിക്കും. എല്ലാം സ്മാർട്ട് ക്ലാസ്സുകളായിട്ട് മാറും. അങ്ങനെ ഒരു ഹൈടെക് സ്കൂളാക്കി ഈ സ്കൂളുകളെ മാറ്റാനാണ് നടപടികൾ വരുന്നത്. ഇതോടൊപ്പം തന്നെയാണ് നമ്മുടെ സംസ്ഥാനത്ത് വീടില്ലാത്തവരുണ്ട്. വീടില്ലാത്തവരുടെ പ്രശ്നം എല്ലാ കാലവും നമ്മൾ നേരിട്ടുകൊണ്ടിരിക്കുന്ന ഒരു പ്രശ്നമാണ്. വീടില്ലാത്തവർ ഒരു കൂട്ടർ നേരത്തെ വീട് കിട്ടി, അതെല്ലാം താമസിക്കാൻ പറ്റാത്ത പരുവത്തിലായി പോയി കഴിയുന്നൊരു വിഭാഗമുണ്ട്. വീട്ടിന് വായ്പയെടുത്ത് വീട് നിർമ്മിക്കാൻ വായ്പയെടുത്ത് അതുകൊണ്ട് വീട് നിർമ്മിക്കാൻ കഴിഞ്ഞില്ല, പകുതിക്ക് കിടക്കുന്നു, അത് പൂർത്തീകരിക്കണം, അങ്ങനെ ആഗ്രഹിക്കുന്നവരുണ്ട്. സ്ഥലമുണ്ട്, വീടില്ല, സ്ഥലവും വീടുമില്ല. അപ്പോൾ ഇവർക്കെല്ലാം വീട് വെച്ചു കൊടുക്കുന്നൊരു പദ്ധതിയാണ് ഇപ്പോൾ ഉദ്ദേശിക്കുന്നത്. സമ്പൂർണ്ണ ഭവന നിർമ്മാണ പദ്ധതി. വിവിധ മേഖലകളിലൂടെ വീട് നിർമ്മാണം നടക്കുന്നുണ്ട്. ഇതെല്ലാം ഏകോപിച്ചാണ് വരിക. അതിലെ സ്ഥലവും വീടുമില്ലാത്തവർക്ക് ഒരു പ്രത്യേക രീതിയിലുള്ള പദ്ധതിയാണ് ഉദ്ദേശിക്കുന്നത്. കാരണം എല്ലാവർക്കും സ്ഥലം എടുക്കുക എന്ന് പറഞ്ഞാൽ ധാരാളം സ്ഥലം വേണ്ടി വരും. അതിനുവേണ്ടി ഒരു കെട്ടിട സമുച്ചയം ഉണ്ടാക്കുക എന്നാണ് കാണുന്നത് വിവിധ സ്ഥലങ്ങളിൽ. അങ്ങനെ ഉണ്ടാക്കിയാൽ, വിശദീകരിച്ച് പറയേണ്ടതാണ്, ഞാൻ ആദ്യം പറഞ്ഞ വാക്ക് മാറിപ്പോവും, അത് വിശദീകരിക്കുന്നില്ല. എന്നാൽ ഇതിന് ഒരു സാമൂഹ്യ സുരക്ഷാ ഘടകം ഇതിനകത്തുണ്ട്. ആ വീട്ടിൽ താമസിക്കുന്ന ഓരോ ആൾക്ക് തൊഴിൽ കൊടുക്കുന്ന നിലയുണ്ടാവും. അതിന് പ്രത്യേകമായ ഒരു സംവിധാനം ഒരുക്കും. അവിടെയുള്ള പ്രായമായവർക്ക് പ്രത്യേക സംരക്ഷണത്തിനുള്ള സംവിധാനം ഉണ്ടാവും. അവിടെ രോഗികളായിട്ടുള്ളവർക്ക് പ്രത്യേക പാലിയേറ്റീവ് കെയർ സംവിധാനം ഉണ്ടാവും. കുട്ടികൾക്ക് പഠിക്കാനുള്ള പഠന മുറികളുണ്ടാവും. അതോടൊപ്പം കമ്പ്യൂട്ടർ മുറികളുണ്ടാവും. പിന്നോക്കം പോകുന്ന കുട്ടികളെ ശരിയായ രീതിയിൽ താങ്ങു കൊടുക്കുന്നതിനാവശ്യമായ സംവിധാനങ്ങൾ ഒരുക്കും. ഇതിനെല്ലാം ഉതകുന്ന പ്രവർത്തനമാണ് സംഘടിപ്പിക്കാൻ ഉദ്ദേശിക്കുന്നത്. അതിന് വിവിധ തരത്തിലുള്ള ഫണ്ടുകൾ ഉപയോഗിക്കുകയും ചെയ്യും. എല്ലാം സർക്കാർ ഫണ്ടായിരിക്കില്ല. ഇത്തരം കാര്യങ്ങളിൽ സഹായിക്കാൻ സന്നദ്ധതയുള്ള വ്യക്തികൾ, സംഘടനകൾ, പ്രസ്ഥാനങ്ങൾ, പലതരത്തിലുള്ളവരുണ്ട്. അവരുടെ എല്ലാം സഹായം ഇക്കാര്യത്തിൽ സ്വീകരിക്കുകയും ചെയ്യും. ഇങ്ങനെയെല്ലാമുള്ള നടപടികളാണ് സർക്കാർ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ആ കാര്യത്തിലൊക്കെ നല്ല രീതിയിലുള്ള പങ്കാളിത്തം നമ്മുടെ നാടിൻ്റെ ആകെ വേണം. അതിൻ്റെ എല്ലാം മുൻപന്തിയിൽ നമ്മുടെ ഓരോ തൊഴിലാളിയും ഉണ്ടാകണം എന്നാണ് എനിക്ക് ഈ ഘട്ടത്തിൽ അഭ്യർത്ഥിക്കാനുള്ളത്. ഞാൻ മറ്റ് കൂടുതൽ കാര്യങ്ങളിലേക്ക് പോകുന്നില്ല. ഇവിടെ ഒരു പ്രശ്നം CITU ഉള്ളിടവും ഇല്ലാത്തിടവും തമ്മിലുള്ള വ്യത്യാസം, അത് ചൂണ്ടിക്കാണിക്കാൻ ഞാൻ ഈ ഘട്ടം ഉപയോഗിക്കുകയാണ്. ഈ അടുത്ത കാലത്ത് എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടൊരു കാര്യമാണത്. അവിടെ CITU പ്രധാനമായിട്ടില്ല. അങ്ങനെയും നമ്മുടെ കേരളത്തിലൊരു സ്ഥലമുണ്ട് എന്ന് മനസ്സിലാക്കിക്കോ നിങ്ങൾ. അങ്ങനെ ഒരു സ്ഥലമുണ്ട്. അവിടെ CITU പ്രധാനമായിട്ടില്ല. എന്നാൽ അവിടെയുള്ള അവസ്ഥ എന്താണെന്ന് പറഞ്ഞാൽ, അവിടെ ഇതേവരെ നമ്മൾ കേൾക്കാത്ത ചില സ്ഥാനങ്ങളുണ്ട്. വാട്ടർമാൻ, അതായത് അവിടെ ഇടയ്ക്ക് വെള്ളം കുടിക്കേണ്ട ആളുണ്ടാവുമല്ലോ, വെള്ളം കുടിക്കണമെന്ന് തോന്നുമില്ല, അപ്പോൾ വെള്ളം എടുത്തു കൊടുക്കാൻ ഒരാളുണ്ടാവും. ഇയാളൊരു പ്രത്യേക ആനുകൂല്യത്തിന് അർഹനായിട്ടുള്ള ആളാണ് വാട്ടർമാൻ. പിന്നെ ഒരാളുണ്ട് ലുക്മാൻ. ലുക്മാൻ എന്ന് പറഞ്ഞാൽ ഈ സാധനം ടിപ്പറിൽ ഇങ്ങനെ വന്ന് വീഴുന്ന ഒരു സംവിധാനമാണ് അവിടെ. അപ്പം അതിങ്ങനെ നോക്കി നിൽക്കുകയാണ്, വേറെ ഒരു പണിയും അയക്കില്ല ലുക്മാൻ. പക്ഷെ പണമുണ്ടയക്ക്. പണ്ട് ചാക്കിലായിരുന്നു ഇത് തുന്നിയിട്ട് ചാക്കിലെടുത്തതായിരുന്നു. ഇപ്പം ചാക്കിലെ ടിപ്പറായതോടുകൂടി എല്ലാം ഒന്നിച്ചാണ്. പക്ഷേ ആ സ്റ്റിച്ചിങ് മാൻ എന്ന് പറഞ്ഞിട്ട് ചിലർ, ഇങ്ങനെയെല്ലാമുള്ള അരാജകത്വം യഥാർത്ഥത്തിൽ CITU ഇല്ലാത്തതിൻ്റെ ഭാഗമായിട്ടുള്ള അരാജകത്വമാണ്. ഇതിനൊക്കെ നേതൃത്വം കൊടുക്കുന്നവർ വലിയ പ്രബലരാണ്. നമ്മുടെ സംസ്ഥാനത്ത് പണ്ട് മന്ത്രിമാരായിരുന്നവരൊക്കെയാണ്, പോട്ടെ, അങ്ങനെയെല്ലാം ഉള്ളവരാണ്. പക്ഷേ ഇത് നിർബാധം നടക്കുകയാണ്. അപ്പോൾ ഒരു CITU സംഘടന ഉണ്ടായാൽ ഇത്തരത്തിൽ നടക്കില്ല. അങ്ങനെയുള്ള ചില സ്ഥലങ്ങൾ ഉണ്ട് എന്നത് നാം ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. പിന്നെ ഇതുപോലെ തന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്, തൊഴിലാളി സംഘടന പൊതുവിൽ
തൊഴിലാളികളുടെ സംഘടനയാണ്. തൊഴിലാളി സംഘടന കരാർ പണി എടുക്കേണ്ടതില്ല എന്നാണ് തോന്നുന്നത്. അതായത് ഈ നമ്മുടെ ഈ മറ്റേ അന്യസംസ്ഥാന തൊഴിലാളികളില്ലേ, ആ തൊഴിലാളികൾ ഇവിടെ വരുമ്പോൾ അവരെ കൊടുക്കുന്ന ചില കങ്കാണിമാരുണ്ടല്ലോ, അതുപോലത്തെ പണി തൊഴിലാളി സംഘടന എടുക്കേണ്ടതായിട്ടില്ല. ഏത് മുതലാളിയാണോ നടത്തുന്നത് ആ മുതലാളി എടുക്കട്ടെ. അത് മുതലാളി ആവട്ടെ, കോൺട്രാക്ടർ ആവട്ടെ, ആരാവട്ടെ, അവിടെയുള്ള തൊഴിലാളികളെ നമ്മൾ സംഘടിപ്പിക്കും. അല്ല ഞങ്ങൾക്ക് അവകാശപ്പെട്ടതാണ് ഇത്ര തൊഴിൽ, അത് ഞങ്ങൾക്ക് വേണം എന്ന് പറയുന്നത് സാധാരണ ഒരു തൊഴിൽ സംഘടന രീതിയാണ് എന്ന് തോന്നുന്നില്ല. അതിൻ്റെ മേലെ ഒരുപാട് പ്രശ്നങ്ങൾ പലയിടങ്ങളിലും ഉയർന്നു വരുന്നുണ്ട്. അത് ആരോഗ്യകരമായ ഒരു സമീപനമാണ് എന്ന് തോന്നുന്നില്ല. അതുപോലെ തന്നെ ഒരു സ്ഥാപനം അവരൊരു ടെൻഡർ ചെയ്യുന്നു. ആ ടെൻഡർ ചെയ്യുമ്പോൾ അവർക്ക് അടുത്ത കാലത്തേക്ക് എങ്ങനെ വേണം എന്നുള്ളതിനാണല്ലോ ടെൻഡർ. ഇപ്പോൾ ഒരു കുറേ ലോറികൾ ഓടുന്ന ഒരു കാര്യമാണെന്ന് വിചാരിക്കുക. നിലവിൽ കുറച്ച് ലോറികൾ ഓടുന്നുണ്ട്. സ്വാഭാവികമായിട്ടും അതിൽ കുറച്ച് തൊഴിലാളികളും ഉണ്ടാവും. ലോറി ഉടമകൾക്ക് താല്പര്യം ഉണ്ടാവും അത് തങ്ങൾക്ക് തന്നെ ലഭിക്കണം. അപ്പോൾ സ്ഥാപനം സുതാര്യമായ രീതിയിൽ ടെൻഡർ ചെയ്യുന്നു. ആ ടെൻഡർ വ്യവസ്ഥ അംഗീകരിക്കാൻ പറ്റില്ല, ഇവർക്ക് തന്നെ കിട്ടിക്കൊള്ളണം എന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ ഇടപെടുന്നതിന് വലിയ ന്യായീകരണമൊന്നുമില്ല. സാധാരണഗതിയിൽ അതെല്ലാം സ്ഥാപനത്തിൻ്റെ അവകാശമാണ് എന്ന് അംഗീകരിച്ച് കൊടുക്കേണ്ടതായിട്ടുണ്ട്. നമ്മുടെ കേരളത്തിൻ്റെ പൊതുവായ അന്തരീക്ഷം അത് നിക്ഷേപ സൗഹൃദമല്ല എന്നൊരു പ്രചരണം ഇവിടെ വലിയ തോതിൽ ഉയർത്താൻ നേരത്തെ ശ്രദ്ധിച്ചിരുന്നു. നിക്ഷേപ സൗഹൃദമല്ല എന്ന് ചില നിക്ഷിപ്ത താല്പര്യക്കാർ അഴിച്ചുവിട്ട പ്രചരണമാണ്. നമ്മുടെ കേരളത്തിൻ്റെ അനുഭവം നോക്കിക്കോളി. പ്രധാനപ്പെട്ട എല്ലാ സ്ഥാപനങ്ങളും എടുത്ത് പരിശോധിച്ച് നോക്കൂ. ഒരു സ്ഥാപനത്തിലും ഏതെങ്കിലും ഒരു തൊഴിലാളി സംഘടനയുടെ തെറ്റായ സമീപനത്തിൻ്റെ ഭാഗമായി ആ സ്ഥാപനം അടച്ചുപോയി എന്ന് പറയാൻ കേരളത്തിലില്ല. അങ്ങനെ ഒരു ഉദാഹരണവും ചൂണ്ടിക്കാണിക്കാനില്ല. ഞാനിപ്പോൾ ഈ മുഖ്യമന്ത്രി പദം ഏറ്റെടുത്തതിന് ശേഷം ഒരു തവണ ഡൽഹി പോയപ്പോൾ ഒരു വളരെ പ്രധാനപ്പെട്ട ഇന്ത്യയിലെ തന്നെ ഒരു പ്രധാന മുതലാളി നമ്മുടെ കേരളത്തിൽ സ്ഥാപനം നടത്തുന്നയാൾ എന്നെ വന്ന് കാണുകയുണ്ടായി. ഒരു കാര്യം സംസാരിക്കാൻ വന്നതാണ്. അപ്പോൾ ഞാൻ അദ്ദേഹത്തോട് ചോദിച്ചു, നിങ്ങളുടെ അനുഭവം എന്താണ്, കേരളത്തിൽ ഇങ്ങനൊരു നിലയുണ്ടോ? അപ്പോൾ അദ്ദേഹം പറഞ്ഞു, എൻ്റെ അനുഭവം വളരെ നല്ലതാണ്, എനിക്ക് യാതൊരു പ്രയാസമില്ല. പക്ഷേ നിക്ഷേപ സൗഹൃദമല്ല എന്ന പൊതുവായ പ്രചരണമുണ്ട്. അതിരിക്കട്ടെ, നിങ്ങൾ ഈ അനുഭവം നാട്ടിൽ പറഞ്ഞാൽ മതിയല്ലോ, നിങ്ങൾ നാടിനോട് പറഞ്ഞാൽ മതിയല്ലോ. നിങ്ങളെപ്പോലെ തന്നെയുള്ള മറ്റു ചിലരും നേരത്തെ ഇത് പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്, ഒരു പ്രയാസവും തൊഴിലാളികളെ കൊണ്ടോ തൊഴിലാളി സംഘടനകളെ കൊണ്ടോ ഇല്ല എന്ന്. അപ്പോൾ നിങ്ങളാണല്ലോ അത് പറയേണ്ടത്. അപ്പോൾ നമ്മുടെ തൊഴിലാളി സംഘടനാ പ്രവർത്തനത്തിലൂടെ ഏതെങ്കിലും തരത്തിലുള്ള ഒരു പ്രതികൂലമായ അവസ്ഥ അല്ലെങ്കിൽ ഒരു നിഷേധപരമായ രീതി ഇന്ന് പൊതുവെ നിലനിൽക്കുന്നില്ല എന്നാണ് കാണാൻ നമുക്ക് സാധിക്കുക. പക്ഷേ ഒറ്റപ്പെട്ട തെറ്റായ ചില പ്രവണതകളുണ്ട്. ആ തെറ്റായ പ്രവണതകൾ എല്ലാ മേഖലയിലും ഉണ്ടാകാറുണ്ട്. ആ തെറ്റായ പ്രവണതകളെ നമ്മൾ ആരും സാധാരണ അംഗീകരിക്കാറില്ല. അപ്പോൾ ആ തെറ്റായ പ്രവണതകൾ ഒഴിവാക്കാൻ നമ്മൾ ശ്രദ്ധിക്കണം. പ്രത്യേകിച്ച് നമുക്കാകെ എതിരായിട്ടുള്ള പ്രചരണങ്ങൾ നടക്കുന്നൊരു കാലമായതുകൊണ്ട് അത് ബോധപൂർവം അഴിച്ചുവിടുന്നതാണ്. കുറേ തെറ്റായ പ്രചരണങ്ങൾ നമ്മുടെ നാടിനെപ്പറ്റി തെറ്റായൊരു ചിത്രം ഉയർത്തിക്കൊണ്ടുവരുന്നതിന് ഇടയാക്കിയിട്ടുണ്ട്. അത്തരം ഒരു പ്രതീതി സൃഷ്ടിക്കപ്പെടാൻ പാടില്ല. അതിൽ നല്ല ജാഗ്രത നമ്മുടെ ഭാഗത്തുണ്ടാവണം. എങ്ങനെ വന്നാലും ഫലപ്രദമായി പ്രവർത്തിക്കുന്ന നല്ല ആരോഗ്യകരമായ തൊഴിൽ ബന്ധം വളർത്തിയെടുക്കുന്നതിന് വേണ്ടി നേതൃത്വം കൊടുക്കുന്ന സംഘടനയാണ് CITU എന്നത് പരക്കെ അംഗീകരിക്കപ്പെടുന്ന കാര്യമാണ്. അത് കൂടുതൽ ശക്തിപ്പെടുത്താനാണ് നാം ശ്രദ്ധിക്കേണ്ടത്. സംഘടന കൂടുതൽ ശക്തിപ്പെടുകയാണ്, ഇനിയും കൂടുതൽ ശക്തിപ്പെടാൻ കഴിയണം. അതിന് ഈ സമ്മേളനം നല്ല രീതിയിൽ ഉത്തേജകമായി മാറട്ടെ എന്നുകൂടി പറഞ്ഞുകൊണ്ട് ഈ സമ്മേളനം നിറഞ്ഞ സന്തോഷത്തോടെ ഉദ്ഘാടനം ചെയ്ത് അറിയിച്ചുകൊണ്ട് അവസാനിപ്പിക്കുന്നു. നിങ്ങൾക്കെൻ്റെ അഭിവാദ്യങ്ങൾ.
CITU സംസ്ഥാന സമ്മേളനത്തോടനുബന്ധിച്ചുള്ള സമാപന പൊതുസമ്മേളനം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു പിണറായി വിജയൻ. പൊതുവിദ്യാഭ്യാസത്തെ ഹൈടെക് വൽക്കരിക്കുന്നതിനുള്ള നടപടിക്രമങ്ങൾ സംസ്ഥാന സർക്കാർ ആരംഭിച്ചിരിക്കുന്നു. സമ്പൂർണ്ണ ഭവന പദ്ധതിയിലേക്കാണ് അടുത്ത സർക്കാരിൻ്റെ ലക്ഷ്യം. ഒപ്പം RSS സവർണമുഖത്തോടുകൂടി വർഗീയത വിളമ്പാൻ ലാഭക്കൊതിയോടുകൂടി ശ്രമിക്കുന്നുവെന്നും അതിനെ നാട് തിരിച്ചറിയണമെന്നും പിണറായി വിജയൻ പറഞ്ഞു.